കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഒരു പട്ടണവും മുനിസിപ്പാലിറ്റിയുമാണ് കുന്നംകുളം. തനതായ വാസ്തുവിദ്യ മുതൽ സംസ്കാരങ്ങളുടെ സമന്വയം വരെ അതിൻ്റെ വർത്തമാനത്തെ രൂപപ്പെടുത്തുന്നത് തുടരുന്ന ഒരു ഭൂതകാലത്തിലേക്ക് ഈ നഗരം നേർക്കാഴ്ച നൽകുന്നു. ചരിത്രവും ആധുനികതയും തടസ്സമില്ലാതെ ഇഴചേരുന്ന ഈ ആകർഷകമായ നഗരത്തിൻ്റെ ഹൃദയവും ആത്മാവും കുന്നംകുളത്തുകാർ അടുത്തറിയാറുണ്ട്. തൃശൂർ ജില്ലാ ആസ്ഥാനത്തുനിന്ന് 23 കിലോമീറ്റർ അകലെയാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രനഗരമായ ഗുരുവായൂരിലേക്ക് കുന്നംകുളത്തുനിന്ന് 8 കിലോമീറ്റർ ദൂരമേയുള്ളൂ. കുന്നംകുളങ്ങര എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പൂർവ്വനാമം. കൊച്ചി രാജാക്കന്മാരുടെ 1763 പുറപ്പെടുവിച്ച ഒരു ഉത്തരവിൽ കുന്നംകുളങ്ങരയിൽ കഴിഞ്ഞ വർഷം 108 കടകൾക്കും ഈ വർഷം 11 കടകൾക്കും തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ഇനി മുതൽ തീപിടുത്തം കൊണ്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി എല്ലാ കട മുതലാളിമാരും അവരുടെ കടയുടെ മേൽക്കൂരകൾ ഓലയിൽ നിന്നു മാറ്റി ഓടാക്കുവാൻ ഉത്തരവിടുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ വാർഡിൻ്റെ റിപ്പോർട്ടിൽ കൂനൻകുളങ്ങര എന്നാണ് കാണപ്പെടുന്നത്. കുളക്കരയിലെ കാവുകളാണ് കുളങ്ങര എന്ന നാമത്തിന് പിന്നിൽ. കൂനൻ എന്നത് ദ്രാവിഡ ദേവതയായിരിക്കാൻ വഴിയുണ്ടെന്നും അല്ലെങ്കിൽ കുന്നുമായി ചേർന്ന കുളങ്ങരയുമാവാം പേരിനു പിന്നിൽ എന്ന് സ്ഥലനാമ ചരിത്രകാരൻ വാലത്ത് അഭിപ്രായപ്പെടുന്നു. കുന്തംകുളം എന്ന സ്ഥലനാമത്തിൻ്റെ ഉത്ഭവം കുന്തംകുളങ്ങര എന്ന ക്ഷേത്രത്തിനോടനുബന്ധിച്ചാണ്. കുന്തൻ എന്നാൽ ശിവൻ. നഗരത്തിൻ്റെ ഹൃദയത്തിൽ കാണപ്പെടുന്നതാണ് ഈ ശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ അയൽപക്ക ഗ്രാമങ്ങളും ചീരംകുളങ്ങര, അന്നംകുളങ്ങര എന്നിങ്ങനെ അതാത് ക്ഷേത്രങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈയടുത്ത കാലത്ത് സ്ഥലത്തിൻ്റെ പേര് പലയിടത്തും കുന്തംകുളം എന്ന് തെറ്റായി എഴുതി വന്നിരുന്നു. വിവിധ TV ചാനലുകളിലും കടകളിലും ബസ്സുകളുടെ ബോർഡുകളിലും പുസ്തകങ്ങളിലുമെല്ലാം ഇങ്ങനെ എഴുതി വന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷന്റെ ബോർഡിൽ പോലും പേര് കുന്തംകുളം എന്നാണ് എഴുതിയിരുന്നത്. ഇതിനെതിരെ ഫേസ്ബുക്കിൽ ഒരു ഓൺലൈൻ കൂട്ടായ്മ തുടങ്ങിയിരുന്നു. പിന്നീട് കുന്നംകുളം നഗരസഭാ ചെയർമാൻ തന്നെ അത് അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് മിക്കയിടത്തും പേരുകൾ മാറ്റിയെങ്കിലും ചിലയിടങ്ങളിൽ ഇന്നും കുന്തംകുളം എന്നു തന്നെ തുടരുന്നു. കുന്നംകുളത്തെ മൊത്തം ജനസംഖ്യയുടെ 47% പുരുഷന്മാരും 53% സ്ത്രീകളുമാണ്. കൂടാതെ ശരാശരി സാക്ഷരതാ നിരക്ക് 85%. ദേശീയ ശരാശരിയായ 59.5% ഉയരത്തിലാണിത്. ഇവിടെയുള്ള 86% പുരുഷന്മാരും 83% സ്ത്രീകളും സാക്ഷരരാണ്. കുന്നംകുളത്തെ ജനസംഖ്യയുടെ 10%വും 6 വയസ്സിനു താഴെയുള്ളവരാണ്. ക്രിസ്തുമത വിശ്വാസികളാണ് ജനസംഖ്യയിൽ അധികവും, പ്രത്യേകിച്ച് യാക്കോബായ ഓർത്തഡോക്സ് സഭക്കാർ. ഇവരിലധികവും പഴയകാല ജൂതവിശ്വാസികളുടെ പിന്മുറക്കാരാണെന്ന് പറയപ്പെടുന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി, അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി എന്നിവ കുന്നംകുളത്തെ പ്രസിദ്ധങ്ങളായ ക്രൈസ്തവ ദേവാലയങ്ങളാണ്. ഹിന്ദു മുസ്ലിം വിഭാഗക്കാരും ധാരാളമായി ഈ ഭാഗത്തുണ്ട്. കക്കാട് മഹാഗണപതി ക്ഷേത്രം, ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രം, കീഴൂർ ഭഗവതി ക്ഷേത്രം, തലക്കോട്ടുകര ശിവക്ഷേത്രം, ചീരംകുളം ഭഗവതി ക്ഷേത്രം, മാക്കാലിക്കാവ് ഭഗവതി ക്ഷേത്രം എന്നിവ കുന്നംകുളത്തെ പേരുകേട്ട ഹൈന്ദവ ദേവാലയങ്ങളിൽ ഉൾപ്പെടുന്നു. കേരളത്തിലെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാണ് കുന്നംകുളം. ഈ ചെറിയ പട്ടണത്തിന് 300-ലേറെ വർഷത്തെ വാണിജ്യ ചരിത്രമുണ്ട്. അറബികൾ, ഗ്രീക്കുകാർ, പേർഷ്യക്കാർ തുടങ്ങിയവർ കുന്നംകുളത്തു വന്ന് വ്യാപാരം ചെയ്തിരുന്നു. ചരിത്രപരമായി ബുക്ക് പ്രിന്റിംഗ് വ്യവസായങ്ങൾക്ക് പേരുകേട്ട ഈ നഗരം വൈവിധ്യമാർന്ന സമീപങ്ങളുള്ള ഒരു വാണിജ്യ കേന്ദ്രമായി പരിണമിച്ചു. കേരളത്തിലെ നോട്ട്ബുക്ക് ഉൽപ്പാദനത്തിൻ്റെ 90%-ലധികവും ഇവിടെ നിന്നാണ്. ചെറുകിട വ്യവസായങ്ങൾ, റീറ്റെയിൽ ഷോപ്പുകൾ, മൊത്തവ്യാപാരം എന്നിവ സമ്പദ്വ്യവസ്ഥയിൽ ആധിപത്യം പുലർത്തുന്നു. തൃശ്ശൂരിനടുത്തുള്ള കുന്നംകുളത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലം ടെക്സ്റ്റൈൽസ്, ഹാർഡ്വെയർ, ഗാർഹിക സാധനങ്ങൾ എന്നിവയുടെ ബിസിനസ്സുകളുടെ ഒരു പ്രധാന സ്ഥലമാക്കി മാറ്റുന്നു. കൂടാതെ ഫർണിച്ചറുകൾക്കും പുരാതന വിപണികൾക്കും നഗരം പ്രശസ്തമാണ്. ശക്തമായ സാംസ്കാരികവും സാമൂഹികവുമായ ബന്ധങ്ങൾ അതിൻ്റെ ഊർജ്ജസ്വലമായ വിപണി രംഗത്തിന് സംഭാവന നൽകുന്നു. അതേസമയം ഷോപ്പിംഗ് കോംപ്ലക്സുകളും IT സേവനങ്ങളും പോലുള്ള ആധുനിക സംഭവവികാസങ്ങൾ പുതിയ വളർച്ചാ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു.
കേരളത്തിലെ സജീവമായ ഒരു പട്ടണമായ കുന്നംകുളത്ത് സിനിമാ പ്രേമികൾക്കായി നിരവധി തിയേറ്ററുകൾ ഉണ്ട്. പട്ടാമ്പി റോഡിന് സമീപമുള്ള ഭാവന മൂവീസ് അത്യാധുനിക ലേസർ പ്രൊജക്ഷനും ഡോൾബി അറ്റ്മോസ് ശബ്ദത്തിനും പേരുകേട്ടതുമായ കാക്കശ്ശേരി സൂക്കിലെ RH ഡ്രീം ബിഗ് സിനിമാസും അവയിൽ പ്രമുഖമാണ്. ഗുരുവായൂർ റോഡിലെ താവൂസ് തിയേറ്റർ അതിൻ്റെ സിൽവർ സ്ക്രീൻ, ഡോൾബി സൗണ്ട്, യൂണിപോളാർ ബീം 3D സാങ്കേതികവിദ്യ എന്നിവയാൽ വേറിട്ടു നിൽക്കുന്നു. വൈവിധ്യമാർന്ന അക്കാദമിക് ആവശ്യങ്ങൾ നിറവേറ്റുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ശ്രേണി കുന്നംകുളത്തിനുണ്ട്. ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ബെഥനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഹോളിക്രോസ് സീനിയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ പ്രശസ്തമായ സ്കൂളുകൾ ഈ പട്ടണത്തിലാണ്. ഗുണനിലവാരമുള്ള ബിരുദാനന്തര പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്ന വിവേകാനന്ദ കോളേജ്, ഡിപ്ലോമയ്ക്കു വേണ്ടിയുള്ള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായം ഉന്നതിയിൽ നിലനിർത്തുന്നു. ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നിരവധി പ്രശസ്തമായ ആശുപത്രികളുടെ ആസ്ഥാനം കൂടിയാണിത്. നൂതന ചികിത്സാ സൗകര്യങ്ങൾക്കും വിദഗ്ധ പരിചരണത്തിനും പേരുകേട്ട മലങ്കര ഹോസ്പിറ്റൽ, റോയൽ ഹോസ്പിറ്റൽ, യൂണിറ്റി ഹോസ്പിറ്റൽ എന്നിവയെല്ലാം പ്രശസ്തമായ ആശുപത്രികളാണ്. സർക്കാർ താലൂക്ക് ആശുപത്രി സമൂഹത്തിന് താങ്ങാനാവുന്ന സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രധാന പൊതുജനാരോഗ്യ സംരക്ഷണ ദാതാവായി പ്രവർത്തിക്കുന്നു. നഗരത്തിൽ നിരവധി ക്ലിനിക്കുകളും ഡയഗ്നോസ്റ്റിക് സെന്ററുകളും വിവിധ മെഡിക്കൽ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രത്യേക പരിശീലനങ്ങളും ഉണ്ട്. ആധുനികവും പരമ്പരാഗതവുമായ ആരോഗ്യ സംരക്ഷണ ഓപ്ഷനുകളുടെ സമന്വയത്തോടെ കുന്നംകുളം അതിലെ താമസക്കാർക്ക് സമഗ്രമായ മെഡിക്കൽ സേവനങ്ങൾ ഉറപ്പാക്കുന്നു. ബാസ്കറ്റ്ബോൾ എന്ന കായിക ഇനത്തിൽ പേരുകേട്ട നഗരമാണ് കുന്നംകുളം. കേടായ ബസിന്റെ ബോഡി ചേസിൽ ബോർഡ് ഘടിപ്പിച്ചായിരുന്നു കുന്നംകുളത്തുകാർ ബാസ്കറ്റ്ബോൾ കളി ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. ചെമ്മണിന്റെ കോർട്ടിനു ചുറ്റും മുള കൊണ്ട് ഗ്യാല കെട്ടിയാണ് ആദ്യകാലങ്ങളിൽ ഇവിടെ ടൂർണമെന്റുകൾ നടത്തിയിരുന്നത്. 1937 ഇവിടെ ആദ്യമായി ബാസ്കറ്റ്ബോൾ കോർട്ട് രൂപം കൊണ്ടത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനു സമീപത്തായാണ് ജില്ലയിലെ തന്നെ പ്രധാന ബാസ്കറ്റ്ബോൾ കോർട്ടായ ജവാഹർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള ജർമ്മൻ എന്ന വിളിപ്പേരുള്ള ആളാണ് ഈ ഗ്യാലറിയുടെ ശില്പി. 1976 സ്റ്റേഡിയം കോൺക്രീറ്റ് ചെയ്തത്. പിന്നീട് പുതിയ ബോർഡും ചുറ്റുമതിലും വന്നു. കേരളത്തിൽ നിന്ന് ആദ്യമായി ഇന്ത്യൻ ടീമിൽ കളിച്ച ബാസ്കറ്റ് ബോൾ താരം വർഗീസ് കുന്നംകുളത്തുകാരനാണ്. ദൃഢതയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകമായ കുന്നംകുളം അതിൻ്റെ തനിമ ആഘോഷിക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. ഈ പട്ടണം കേരളത്തിൻ്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ പൈതൃകത്തിൻ്റെ ശാശ്വത സ്മരണയാണ്. ഊഷ്മളമായ സമൂഹമനോഭാവം എന്നിവ സാംസ്കാരിക അഭിമാനത്തിൻ്റെയും തലങ്ങൾ നമ്മെ കാണിക്കുന്നു. നമുക്കേവർക്കും പ്രിയപ്പെട്ട കുന്നംകുളം പൈതൃകവും പുരോഗതിയും എങ്ങനെ നിലനിൽക്കും എന്നതിൻ്റെ വഴിവിളക്കായി നിലകൊള്ളും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തൂ.